എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് മനസ്സിലായോ? അതെ, ദുബായ് ഡയറീസിലെ 4th വ്ലോഗാണ് ഇന്ന്. പക്ഷെ നമ്മളിന്ന് ദുബായിലല്ല ഉള്ളത്, ഞാൻ ഇന്നുള്ളത് ഷാർജയിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഷാർജയിൽ റെയിൻ റൂമിൽ പോയത്. അതിനുശേഷം ഞാൻ ഷാർജയിൽ വേറെ ഒരു സ്ഥലത്തും കൂടി പോയിട്ടുണ്ടായിരുന്നു. എവിടേക്കാണെന്നല്ലേ? അവിടേക്കാണ് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടേക്കാണെന്ന് ഞാൻ ഇന്നും പറഞ്ഞില്ലല്ലേ. ഷാർജ അക്വേറിയത്തിലേക്ക്. അപ്പോൾ ഷാർജയിലെത്തിയിട്ട് ഷാർജ അക്വേറിയം കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വലിയൊരു ബിൽഡപ്പ് എൻ്റെ ഒരു ബ്രദറും പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്താ പിന്നെ ഷാർജ എത്തിയ സ്ഥിതിക്ക് ഷോപ്പിങ്ങിൻ്റെ കൂടെ തന്നെ ഷാർജ അക്വേറിയം കൂടി കണ്ടു കളയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ വഴിയേ ഞാൻ പറഞ്ഞു തരാം. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് എൻ്റർ ആയ ഉടനെ നമ്മളൊരു സ്ക്രീനിൽ നമ്മൾ വെള്ളത്തിൽ കളിക്കുന്ന പോലെ ഇതുപോലെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് എന്താ പറയുക ആസ്വദിച്ച് വീഡിയോ എടുത്തിട്ട് നമ്മൾ അവിടെ തന്നെ നിന്നു. അതിനുശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ആയത്. ഫസ്റ്റ് തന്നെ എൻ്റർ ആയപ്പോൾ തന്നെ ഒരു ബ്രിഡ്ജ് കടന്നിട്ട് ഒരു എന്താ പറയുക റിവർ പോലെയുള്ള ഒരു ബേസിലോട്ട് അകത്തേക്ക് കടക്കാനായിരുന്നു ഉണ്ടായത്. അവിടെ തന്നെ നമ്മളിതാ മീനുകളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഷാർക്കിൻ്റെ കുട്ടികളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഓർമ്മയില്ല അത് ഏതാ മീൻ എന്നുള്ളത്. ഏതാ മീൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ 2 ചോട്ടാസും ഉണ്ട്, എൻ്റെ ബ്രദറും ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പം നമ്മൾ 5 കൂടിയാണ് നമ്മൾ അക്വേറിയം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള മീനുകളെ കണ്ടു കളയാം. ഇവിടെ നമുക്ക് 150-ലധികം മെറീൻ സ്പീഷീസിനെ കാണാൻ പറ്റും. UAE ഫസ്റ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷണൽ സെൻറ്റർ കൂടിയാണ് മെറീൻ ലൈഫിൻ്റെ. അതുപോലെ കിഡ്സ് ആൻഡ് ഫാമിലിക്ക് വളരെ അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ. കുട്ടിയൊക്കെ മീനിനെ കാണുന്നത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ അവർ നന്നായി എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഫ്രീ വൈഫൈയും അതുപോലെ കഫറ്റേരിയയും ഗിഫ്റ്റ് ഷോപ്പും പ്രെയർ റൂമും ഫീഡിംഗ് റൂമും റെസ്റ്റ് റൂംസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വീൽ ചെയർ ഫെസിലിറ്റീസും അതുപോലെ അതായത് ഇൻഫൻറ്റ് ബേബീസിനൊക്കെയുള്ള ട്രോളി ഫെസിലിറ്റീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. അവിടെയുള്ള ഇൻഫോർമേഷൻസ് ഞാനൊന്ന് പാസ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ദുബായ് മോളിലൊക്കെ കാണുന്ന പോലെ അത്രയും ലാർജ് ആയിട്ടൊരു സ്പേസിലുള്ള പോലത്തെ ഒരു എന്താ പറയുക അക്വേറിയം അല്ലെങ്കിലും അത്യാവശ്യം കാണാനും നല്ല എന്താ പറയുക ഒരു നല്ല ഫീല് തരുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് തരുന്ന ഒരു നല്ല അക്വേറിയം തന്നെയാണ്. ഷാർജയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലീൻ്റെ കൂടെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇത് നിങ്ങൾ പോകുന്നതാണെങ്കിൽ ജനറൽ ടൈമിംഗ് സാറ്റർഡേ ടു തേഴ്സ്ഡേ വരുന്നത് 8 AM to 8 PM ആണ്. ആൻഡ് ഫ്രൈഡേത്തെ ടൈമിംഗ് മാത്രമാണ് കുറച്ച് ഡിഫറെൻറ്റ്. 4 PM to 8 PM മാത്രമേ ഇവിടെ എൻട്രി ഉള്ളൂ. അണ്ടർഗ്രൗണ്ട് ടണലിലോട്ട് നടക്കുമ്പം നമ്മൾ കാണുന്നത് ഷാർക്കിനെയാണ് കേട്ടോ. വെറൈറ്റി ഓഫ് ഷാർക്കുകൾ ഇവിടെയുണ്ട്. മെയിനായിട്ട് ബേബി ഷാർക്സാണ് കൂടുതലും ഞാനിവിടെ കണ്ടിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്പേസിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇതുവരെ കാണാൻ പറ്റാത്ത അധികം ഡീപ്പ് സീയിലുള്ള ഇതുവരെ കാണാൻ പറ്റാത്ത ക്രീച്ചേഴ്സിനെ ഒക്കെ നമുക്ക് ഈ അക്വേറിയത്തിൽ വന്നാൽ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ലോക്കൽ ഫിഷസിൻ്റെ സ്പീഷീസിനെയും കൂടി കാണാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ.
കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ പോയത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ആൻഡ് ഓൾസോ മെയിനായിട്ട് പറയണത് നമ്മൾ ചില എക്യോറിയംസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെൽസൊക്കെ ഉണ്ടാവും. ബൈ ദ വേ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലമേ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ ഒരു ഡേർട്ടി സ്മെല്ലോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. വെൽ മെയിൻറ്റെയിൻ ആയിരുന്നു എല്ലാം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് ഇതേപോലെ ഒരു എന്താ പറയുക ഗെയിം സ്പോട്ട് ഉണ്ടായിരുന്നു. ഗെയിം സ്പോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആർട്ട് സ്പോട്ട്. അതായത് അവിടെ നമുക്ക് കളറും എന്താ ചെയ്യുക വരക്കുകയും ചെയ്യാൻ വേണ്ടി കുട്ടിക്ക് പേപ്പർ കൊടുക്കും. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള സീ ലൈഫിന്, അതായത് ഫിഷിനെയോ ഇതിനെയോ എന്തിനെങ്കിലും വരക്കാൻ പറയും അവർ അവിടെ നിന്ന്. എന്നിട്ട് അത് അവർ സ്ക്രീൻ ചെയ്ത് കൊടുക്കും. അവർ വരച്ച സാധനം വെള്ളത്തിലോട്ട് പോകുന്നതായിട്ട് കുട്ടിക്ക് സ്ക്രീൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ മക്കളും ഇതാ വരക്കാൻ വേണ്ടി പേപ്പറും പെന്നും സ്കെച്ചസും ഒക്കെ അവിടെ നിന്ന് കൊടുക്കും കേട്ടോ, വരച്ച് കളർ ചെയ്യാനൊക്കെ. അപ്പോൾ അതിനു വേണ്ടി ഇരുന്നിട്ടുണ്ട്. അവരും ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ സാധനം ഇതാ നമ്മളിതാ കടലിൽ ഒഴുക്കിയിട്ടുണ്ട്. അവരുടെ സാധനം ഇതേപോലെ എന്താ പറയുക ഈ ബാക്കിയുള്ള കുട്ടികളുടെ മീനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വരും, നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ബ്രൗൺ ആൻഡ് പിങ്ക് മീൻ കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഏഞ്ചൽ, അതെൻ്റെ മോൻ വരച്ച കേട്ടോ. അതിനെയാണ് നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന സാധനം. അതുപോലെ ഈ ഓപ്പോസിറ്റ് പോകുന്ന ജെല്ലി ഫിഷിനെ കണ്ടോ, അതെൻ്റെ മൂത്ത മോൻ വരച്ചതാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ വരയും ചിത്രരചനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ബാക്കിയുള്ള മീനുകളെ കാണാൻ വേണ്ടിയിട്ട് മൂവ് ഓൺ ചെയ്യാണ്. എനിക്ക് നല്ലൊരു കാമായിട്ട് ഒരു സ്ട്രെസ് റിലീഫായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് തോന്നി കേട്ടോ അവിടെ എക്വേറിയത്തിൽ പോയപ്പം. ഇങ്ങനെ കാമായിട്ട് അധികം ഒച്ചപ്പാടൊന്നുമില്ല, ലൈറ്റ് മ്യൂസിക്, അതിൻ്റെ കൂടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള മീനുകളെ കണ്ട് സംസാരിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ പറഞ്ഞത്. അതിൻ്റെ നെയിം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ആയിട്ടുള്ള സ്ക്രീൻസും നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ കണ്ടോ കുട്ടികൾ ടച്ച് ചെയ്ത് കളിക്കുന്ന പോലത്തെ സ്ക്രീൻ ഗെയിംസും ഇടയ്ക്കിടയ്ക്ക് ഫിഷിന് റിലേറ്റീവ് ആയിട്ടുള്ള, അതായത് സീ ലൈഫിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസും ഒരു സ്ക്രീനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും രണ്ടും മോഡലല്ല, വളരെയധികം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഷാർക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ നമ്മൾ കാണാത്ത മോഡലും. സത്യം പറഞ്ഞാൽ എനിക്ക് പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല, കാരണം കുറച്ചായല്ലോ നമ്മൾ വന്നിട്ട്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. വളരെ വെറൈറ്റി ഓഫ് ഷാർക്സ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കാണുന്നത്. താഴെ വെള്ളമായിട്ടുള്ള, അതായത് മീനൊക്കെ പോകുന്നത് നമുക്ക് മേലെ നിന്ന് കാണാൻ പറ്റും. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. അതിൻ്റെ മേലോട്ട് നടക്കുമ്പോൾ നമ്മൾ ഈ താഴെയുള്ള മീനുകളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ മോൻ്റെ മുഖത്തുള്ള എന്താ പറയുക ചിരിയും സന്തോഷം കണ്ടായിരുന്നു തന്നെ മനസ്സിലായിട്ടുണ്ട്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരാൾ മാത്രമല്ല, രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മൊത്തം മീനിനെയൊക്കെ കണ്ടിട്ട്. ഷാർജ അക്വേറിയം നന്നായി
എക്സ്പ്ലോർ ചെയ്ത് എല്ലാ മീനുകളെയും അവിടുത്തെ സീ ലൈഫൊക്കെ കണ്ടതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ വിശന്നുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അവിടെയുള്ളൊരു എന്താ പറയുക ഗിഫ്റ്റ് സെൻറ്റർ പോലത്തെ ഒരു ഷോപ്പും ഉണ്ടായിരുന്നു. അത് കുറച്ച് നടന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മളിതാ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പുറത്തേത്തെ വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഷാർജേൻ്റെ എക്വേറിയത്തിൻ്റെ പുറത്തേത്തെ വ്യൂ നന്നായി ആസ്വദിച്ചതിന് ശേഷം ഷാർജയിലല്ലേ നമ്മളുള്ളത്. ഷാർജയിൽ വന്നിട്ട് ഷോപ്പ് ചെയ്യുന്നത് ഷോപ്പ് ചെയ്യാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിങ്ങിനാണ് ക്യാബ് എടുത്തിട്ട് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ബൈ ദ വേ ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഒന്നും ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല, കാരണം ഭയങ്കര മെസ്സപ്പ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് ഇതേ സ്പേസിലേക്കാണ് തിരിച്ചു വരേണ്ടത്, അതായത് ഈ എക്വേറിയത്തിന് മുമ്പിൽ തന്നെ. കാരണം എന്താണെന്നറിയോ, നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് തിരിച്ച് നമുക്ക് ദുബായിലേക്ക് പോകണ്ടേ. അതിന് നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്നറിയാം. നമ്മൾ മെട്രോവോ ബസ്സോ ഒന്നും എടുത്തിട്ടല്ല പോകുന്നത്. പകരം നമ്മൾ വോട്ടോ മെട്രോ എടുത്തതിന് ശേഷമാണ് നമ്മൾ ദുബായിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. അതായത് വോട്ടോ മെട്രോയിലാണ് ദുബായിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, അതായത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വോട്ടോ മെട്രോ റൈഡ് ടു ദുബായ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കാരണം ഷോപ്പിംഗ് ഒന്നും കാണിച്ചിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഒരു വാട്ടർ ഡ്രൈവ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ശേഷം നമ്മളിതാ വാട്ടർ മെട്രോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഞാൻ വാട്ടർ മെട്രോയിലേക്ക് കയറുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വാട്ടർ മെട്രോ ഡ്രൈവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ആൻഡ് ബൈ ദ വേ നമ്മളെ വാട്ടർ മെട്രോയും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഇത് നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി ഇരുന്ന് സെറ്റിലായിട്ടുണ്ട്. അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. രാത്രി ടൈം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ മെട്രോയിൽ സീറ്റ്സ് വരുന്നത്. സ്പേഷ്യസ് ആയ സീറ്റ്സ് ആണ്. ആൻഡ് ഓൾസോ നല്ല അടിപൊളി എന്താ പറയുക ലുക്ക് ഉള്ള ഒരു വാട്ടർ മെട്രോ തന്നെയാണ്. ഇതിന് ആക്ച്വലി വേറെ എന്താ പേര് പറയാമെന്ന് എനിക്ക് അറിയില്ല. ഷിപ്പെന്ന് എന്തായാലും പറയില്ല തോന്നും. ആൻഡ് ഓൾസോ ക്രൂസും പറയില്ല. പിന്നെ എന്താ ഇതിന് പേര് പറയാമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. വാട്ടർ മെട്രോ എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. നിങ്ങൾക്ക് ശരിക്കുള്ള പേരറിയെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റിൽ പറയണേ. കാരണം എനിക്കറിയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാലോ. അപ്പോൾ ഇനി എൻ്റെ വാട്ടർ മെട്രോൻ്റെ ഒരു വ്യൂ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ എൻട്രി ചെയ്യുന്ന സ്പേസ്. ഒരു ബാൽക്കണി സ്പേസ് പോലത്തെ ഒരു സ്പേസ് ആണ്. അതിൻ്റെ ഉള്ളിലോട്ട് അകത്തേക്ക് കയറിയപ്പാട് ഒരുപാട് സീറ്റ്സ് ആണ്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു വാട്ടർ മെട്രോ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു അതായത് നമ്മൾ സിറ്റിംഗ് ഏരിയ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാനിതാ ഡീറ്റെയിൽ ആയി സിറ്റിംഗ് ഏരിയ ഒക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ആൾ പറഞ്ഞു എന്നോട് ഇരിക്കാൻ, കാരണം മെട്രോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇതാ നമ്മൾ മെട്രോ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വാട്ടർ മെട്രോയിൽ. നമുക്കിത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. അതിൻ്റെ ഒരു ലുക്കും കൂടി നിങ്ങൾ കാണണ്ടേ, എങ്ങനെയാണ് വാട്ടർ മെട്രോയിലുള്ള റെസ്റ്റ് റൂം എങ്ങനെയാണെന്നുള്ളത് അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെയുള്ള ആൾക്കാരും അത്രത്തോളം എക്സൈറ്റഡ് ആണ്. അപ്പം എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് സൈഡ് സീറ്റ് കിട്ടേണ്ടതുകൊണ്ട്, അതായത് സൈഡ് വ്യൂ കിട്ടേണ്ടതുകൊണ്ട് ഞാൻ ബാക്കിൽ കയറി ഇരുന്നതാണ് കേട്ടോ. നമ്മളിരുന്ന സീറ്റിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ പോക്കറ്റിലായിട്ട് ഇതുപോലത്തെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഒരു ബുക്കും കൂടി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തൊക്കെയാണെന്ന് ഒരു ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മെട്രോ മൂവ് ചെയ്ത് കുറച്ച് ദൂരം എത്തുമ്പോൾ തന്നെ അവർ ഹെവി ലൈറ്റ്സ് ഓഫ് ചെയ്ത് ഒരു ഡിം ലൈറ്റ് മോഡൊക്കെ ഇട്ടതിന് ശേഷം നല്ലൊരു വൈബിങ് തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. ആൻഡ് ഓൾസോ ഇതാണ് നമ്മൾ മെട്രോയിലെ വാഷ്റൂം. വളരെ സിമ്പിൾ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ചെറിയ സ്പേസിലുള്ള ഒരു വാഷ്റൂമാണ്. നമുക്ക് എമർജൻസി യൂസ് ചെയ്യാൻ പറ്റുന്ന മിററും വാഷ് ബേസിനും കമോഡും ഒക്കെയുള്ള, അതായത് നമ്മളെ ഹാങ്ങിങ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് വാഷ്റൂമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ ഒരു ലുക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ വാട്ടർ മെട്രോയിലെ ഇൻസൈഡ് ഡിം ലൈറ്റ് വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്.
ഇതാ ദുബായിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എത്ര വേഗം 1 മണിക്കൂർ പോയെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞതേ ഇല്ല. നല്ല വ്യൂവും കണ്ടുകൊണ്ട് നല്ലൊരു വൈബിങ്ങും ഒരു ക്ലാസിക് സോങ്ങും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇട്ട് തരാത്തത് കേട്ടോ. കാരണം കോപ്പിറൈറ്റ് വരുന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതും കേട്ടുകൊണ്ട് നല്ലൊരു വൈബിൽ ആ ഓട്ടോ മെട്രോയിൽ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഐ ജസ്റ്റ് ലവ് ഇറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ദുബായിൽ പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഷാർജയിലേക്ക് പോകുന്നതാണെങ്കിൽ ഈ ഓട്ടോ മെട്രോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ലൊരു കിഡിലിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മളിതാ ഓട്ടോ മെട്രോ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന മെട്രോയിലാണ് കേട്ടോ നമ്മൾ ദുബായിലേക്ക് വന്നത്, ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വന്നത്. ഐ hope you guys enjoy this video and നമ്മൾ എക്വേറിയം സൈഡ് ആയാലും ഓട്ടോ മെട്രോ വ്യൂ ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ എങ്ങനെയുണ്ടായിരുന്നു എന്നും കൂടി പറയണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താലേ എൻ്റെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ see you soon in the next video. Bye bye.